ശ്രീ ശിവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ശ്രീ ദിവാകരൻ നമ്പൂതിരി പറഞ്ഞത്. അതായത് തിരുമേനി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇനിയുള്ള തലമുറയിലേക്ക് ഇത് എത്തണമെങ്കിൽ അതിന് സാമൂഹിക മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ കൃത്യമായ ഒരു പിന്തുണ. എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ വള്ളിയൂരിൽ നിന്നുള്ള വിശേഷങ്ങളുടെയും കഥകളുടെയും ഒരു പ്രതികരണം? എന്താണ് അങ്ങക്ക് ഒരു വളരെ വളരെ മികച്ച പ്രതികരണം നമുക്ക് കിട്ടുന്നത്. നമ്മൾ അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് എന്താ പറയുക, അതുപോലുള്ള ആചാരശ്രേഷ്ഠതയും അതുപോലെ കലാകാരന്മാരെ നമ്മളതുപോലെ കൊണ്ടുവരുന്നു. അപ്പോൾ അവർക്ക് ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് താല്പര്യമുള്ളവരെ അല്ലെങ്കിൽ താല്പര്യമുള്ളവരെ കൊണ്ട് ആധ്യാത്മിക വിഷയങ്ങൾ സംസാരിപ്പിച്ചും ഭാഗവതം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചും അവരെ ആകർഷിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 2 കൊല്ലമായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. 2 കൊല്ലമല്ല, പണ്ട് മുതലേ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ പഴയ പോലെ പ്രഭാഷകരില്ലാതായപ്പോൾ യുവപ്രഭാഷകരെ യുവാക്കളെ ആകർഷിക്കുന്ന യുവപ്രഭാഷകരെ കൊണ്ട് ആധ്യാത്മിക വിഷയങ്ങൾ സംസാരിപ്പിച്ച് അങ്ങനെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്, സോഷ്യൽ മീഡിയയിലാണെങ്കിലും നേരിട്ടാണെങ്കിലും. അപ്പോൾ നാട്യങ്ങളില്ലാതിരുന്ന, അഹങ്കാരമില്ലാതിരുന്ന, സ്വയം പ്രകീർത്തിക്കാതിരുന്ന വള്ളിയൂർ ഭാഗവതഹംസം എന്ന ശങ്കരൻ നമ്പൂതിരിയുടെ പിന്മുറക്കാർക്കൊപ്പമാണ് ഇന്ന് ഈ പ്രഭാതം മുതൽ ജനം ടി വിയും പ്രേക്ഷകരും ഉള്ളത്. ഇവിടെ പറയാനുള്ളത്, അദ്ദേഹം അനുഭവിച്ച ഒരു പരീക്ഷണം, മാനസികവും ശാരീരികവുമായ ഒരു വലിയ സംഘർഷം, അതിനപ്പുറം സ്വയം തീരുമാനിച്ചെടുത്ത മാർഗം, സ്വയം കണ്ടെത്തിയ മാർഗം. നേരത്തെ അജിത് നമ്പൂതിരി പറഞ്ഞ പോലെ 20-21 വയസ്സ് ടീനേജ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ എടുത്ത തീരുമാനം, എൻ്റെ ഗണപതി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ഉപാസിക്കും. ആ കഠിനമായ ഉപാസന 40 വർഷത്തോളം അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പിന്നിട്ട വഴികൾ കഠിനമായിരുന്നു എന്നും ഞാൻ ധാരാളം യാതനകൾ അനുഭവിച്ചുവെന്നും ഞാൻ നിങ്ങൾക്കായി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നും ഒരിക്കലും പറയാൻ കഴിയാത്ത, ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പലരിലും കാണാൻ കഴിയാത്ത ഒരു ശൈലി, ഒരു വ്യക്തിത്വം. പിന്നീട് ഇങ്ങോട്ടുള്ള തലമുറയ്ക്ക് വളരെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം പരീക്ഷണങ്ങൾ ഒന്നും അല്ല നേരിടേണ്ടി വന്നത്. ആ ദീപം, ആ ഫിലോസഫി, അദ്ദേഹം തെളിച്ച മാർഗം, അതിൽ നിന്ന് വ്യതിചലിക്കാതെ അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, അത് അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ള ചലഞ്ചാണ്.